IPL ചാമ്പ്യന്മാരെ ഇന്നറിയാം. ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈയിലാണ് മത്സരം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, ഇനിയിപ്പോൾ അല്പസമയം, ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കളി തുടങ്ങാൻ. അവിടെ കാലാവസ്ഥ എന്താണ്? അവിടുത്തെ ഒരു ഓളം എന്താണ്? സ്മിത, ഇനി മത്സരം തുടങ്ങാൻ, ഈ കലാശപ്പോര് തുടങ്ങാൻ വെറും 4 മണിക്കൂറിൽ മാത്രമാണ് ബാക്കിയുള്ളത്. 7:30-ക്കാണ് മത്സരം. 6 മണിക്ക് തന്നെ അതിൻ്റെ സമാപന ചടങ്ങുകളൊക്കെ തന്നെ തുടങ്ങും. ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് വലിയ ഓപ്പണിംഗ് സെറമണിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരാധകരെ ത്രസിപ്പിക്കുന്ന പെർഫോമൻസുമായി ഒരു ക്ലോസിംഗ് സെറമണിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. പ്രമുഖ ബാൻഡായിട്ടുള്ള ഇമാജിൻ റോക്ക് അടക്കമുള്ളവർ, ഇമാജിൻ ഡ്രാഗൺസ് അടക്കമുള്ളവർ ഇന്നത്തെ ക്ലോസിംഗ് സെറമണിയിൽ അവരുടെ പരിപാടി അവതരിപ്പിക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. അതിനപ്പുറം ഇന്നത്തെ ഫൈനൽ പോരിന് വേണ്ടി തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ IPL തുടങ്ങുന്ന സമയത്ത് ആരും തന്നെ ഈ ഒരു ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചെന്നൈയും മുംബൈയും RCBയും അടക്കമുള്ള നമ്മുടെ മലയാളി പയ്യൻ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ അടക്കമുള്ള ടീമുകൾ ഫൈനലിലെത്താനായിരുന്നു മിക്ക ആരാധകരും കാത്തിരുന്നത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും അങ്ങനെ ഫൈനലിലേക്ക് മുന്നേറിക്കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് കുറച്ച് ആവേശം കുറവാണോ എന്ന് ചിലപ്പോൾ സംശയിക്കേണ്ടി വരും. കാരണം അത്ര കണ്ട ആളുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നേരത്തെ ചെന്നൈയുടെ മത്സരത്തിന് വന്നൊക്കെ സമയത്ത് ധാരാളം ആളുകളുണ്ടായിരുന്നു, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് വളരെ കുറച്ച് ആരാധകർ മാത്രമാണുള്ളത്. ക്വാളിഫയർ 2-നേക്കാൾ കുറവാണ് ആളുകളെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവും. എന്നിരുന്നാൽ പോലും ഒരു ആവേശ പോരാട്ടം തന്നെ നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? SRH will win. And you are supporting all through the season SRH or Only SRH. what is your It's SRH. SRH is going to win. and കുറച്ച് കൊൽക്കത്തൻ ആരാധകർ കൂടിയുണ്ട്. വാട്ട് ഈസ് യുവർ KKR will win. You are from Chennai or coming from Bangalore. RCB fan. അങ്ങനെ കുറച്ച് കാഴ്ചകളും കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ വന്നപ്പോൾ ഒരു RCB ഫാനാണ്. KKRന്റെ യഥാർത്ഥ ഒരു ആരാധകനുണ്ട്. KKR must be win today's match. I am from West Bengal, Coach Bihar district, from Kolkata. I hope KKR must be win today's match, final match. അതുപോലെ KKR ആരാധകർ, ബംഗാളിൽ നിന്നുള്ള ഒരു ആരാധകനാണ്. ഇങ്ങനെ വളരെ കുറച്ച് ട്രാവലിംഗ് ഫാൻസ് മാത്രമാണ് ചെന്നൈയിൽ എത്തിയിട്ടുള്ളത്. ആവേശം കുറച്ച് ആരാധകരുടെ ഭാഗത്തുനിന്ന് കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ഇഷ്ട ടീമുകളൊക്കെ തന്നെ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. സൗത്തിലാണ്, ചെന്നൈയിലാണ് മത്സരം. അതുകൊണ്ട് ആ ഭാഗത്തു നിന്നുള്ള ആരാധകരൊന്നും എത്തിയിട്ടില്ല. പിന്നെ അയൽപ്പക്കത്തെ ടീം എന്ന തരത്തിൽ ചില ചെന്നൈ ആരാധകരടക്കം SRHനെ സപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. ഇന്നും ആ കാഴ്ചയൊക്കെ തന്നെയാണ് ഇന്നും കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു 7:30-ഒക്കെ ആകുമ്പോൾ കൂടുതൽ ആരാധകർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചെന്നൈയിൽ ഒടുക്കത്തെ ചൂടാണ്, ഹ്യൂമിഡ് കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങളുമായി ചേർന്നത്. വലിയ ചൂടാണ് ചെന്നൈയിൽ. ഇനി 3-3.5 മണിക്കൂർ കൂടിയുണ്ട് മത്സരം തുടങ്ങാൻ. കൂടുതൽ ക്രിക്കറ്റ് ആരാധകർ, ക്രിക്കറ്റ് പ്രേമികൾ അങ്ങോട്ടേക്ക് ഒഴുകി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.